പിലാത്തറ കവർച്ച പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 15 പ്രത്യേക സംഘം അന്വേഷിക്കും. മഹാരാഷ്ട്ര കുടുംബത്തെ വീണ്ടും ചോദ്യം ചെയ്യും. കൂടുതൽ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചെയ്യുന്നുണ്ട്. മിഥുൻ, ഈ പിലാത്തറ സ്വർണ്ണ കവർച്ച മറ്റൊരു അന്വേഷണ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ഇനി എങ്ങനെയാകും അന്വേഷണം പുരോഗമിക്കുക? ആർക്കൊക്കെ ആയിരിക്കും ഇതിൽ പങ്ക്? അശ്വതി രാഗി, നമുക്കറിയാം പിലാത്തറ കവർച്ചാ കേസ് വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നിഗൂഢതകൾ ആ കേസുമായി ബന്ധപ്പെട്ടുണ്ട്, ദുരൂഹതകളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. 15 പേരടങ്ങുന്ന സംഘമാണ് ഈ കേസ് ഇനി അന്വേഷിക്കുക. മാത്രമല്ല, ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി ഈ മഹാരാഷ്ട്ര സ്വദേശികളെ വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത് മഹാരാഷ്ട്ര സ്വദേശികളായിരുന്നു, നമുക്കറിയാം. ഇവരെ വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട്. റൂറൽ SP-യുടെ നേതൃത്വത്തിലാണ് ഈ ആളുകളെയൊക്കെ തന്നെ വീണ്ടും ചോദ്യം ചെയ്തത്. കാരണം മൊഴികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഈ മൊഴിയിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കുമെന്ന് അടക്കമുള്ളതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ നടത്തിയത്. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ CCTV ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ ഈ മഹാരാഷ്ട്ര സ്വദേശികൾ സഞ്ചരിച്ച ഒരു വാഹനം പിന്തുടരുന്നത് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതിൻ്റെ കൂടുതൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നത്. അതിന് ഈ മലപ്പുറം, കണ്ണൂർ ഭാഗങ്ങളിലെ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ വാഹനത്തിൽ സ്വർണവും പണവും ഉണ്ടായിരുന്നു എന്ന് ഈ പൊട്ടിക്കൽ സംഘത്തിന് കൃത്യമായി വിവരമുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ കവർച്ച നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. അശ്വതി.